രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബാൽക്കണിയിൽ നിന്നിട്ട്. അപ്പോഴാണ് ഒരു പട്ടം നേരെ താഴെ നമ്മുടെ ബാൽക്കണിയിൽ അവിടേക്ക് വന്നത് പൊട്ടിയിട്ട്. അപ്പോൾ അതെടുക്കാനായിട്ട് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്നപ്പോഴാണ് നിറച്ച് പോലീസുകാർ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഒന്നും ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല, പക്ഷേ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓഫീസിൽ നിന്ന് വന്ന ടൈമിലൊക്കെ പോലീസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിത് ശ്രദ്ധിക്കാതെയാണ് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നത്. അപ്പോഴുണ്ടല്ലോ നല്ല രീതിയിൽ ചെക്കിങ് ഉണ്ട്. അപ്പോൾ ഈ ഫ്ലാറ്റിലത്തെ താമസക്കാരല്ലാതെ വരുന്നവരൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ എന്താ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മകരസംക്രാന്തിയാണ്. നമ്മുടെ നാട്ടിലെ മകരവിളക്ക്, തമിഴ്നാട്ടിലാണെങ്കിൽ മകരപ്പൊങ്കൽ വളരെ വിശേഷമുള്ളൊരു ദിവസമാണ് ഈ ജനുവരി 15, 14 എന്ന് പറയുന്നത്. എല്ലാ വർഷവും ഈ ഒരു സമയത്ത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നാളെ നമ്മുടെ കൊടുങ്ങല്ലൂർ താലപ്പൊലിയും കൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൊസൈറ്റി, ഗുജറാത്തിലത്തെ ജീവരാജ് പാർക്കാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവിടേക്ക് ഇന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ വരാണ്. എന്തിനാണെന്നല്ലേ, പട്ടം പറത്താനായിട്ടാണ് ഗൈസ് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് അമിത് ഷാ വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഞങ്ങളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് പോവുക. അപ്പോൾ എല്ലാവരും ഇവിടെ പ്രിപ്പയർഡാണ്. ഇപ്പോൾ പോലീസുകാർ ഒരുപാട് പേരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. മാത്രമല്ല നമ്മുടെ ഈ ഒരു ഗേറ്റിൻ്റെ അപ്പുറത്ത് റോഡിൽ ഫുൾ സറൗണ്ടിങ്ങിൽ പോലീസുകാരുണ്ട്. ഒരാൾക്കവിടെ വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലേക്ക് വരുന്നവർക്ക്, ഇവിടെ താമസക്കാരല്ലാത്ത ആളുകൾക്ക് നമ്മുടെ ഇവിടേക്ക് വണ്ടിക്കൊന്നും വാഹനങ്ങളൊന്നും കയറ്റാനൊന്നും പറ്റില്ല. ടൂ വീലർ പോലും എൻട്രി ചെയ്യിക്കില്ല. എല്ലാം പുറത്ത് വെച്ചിട്ടാണ് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ ഇവിടെ താമസക്കാരെല്ലായിടത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു വിശേഷം ഇവിടെ ഉള്ളതുകൊണ്ട് കുറേ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ വണ്ടികളൊന്നും പുറത്തിടാൻ പാടില്ല. പിന്നെ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ വണ്ടികൾ, ഇപ്പം എൻ്റെ ബൈക്ക് അടക്കം നമ്മൾ ഇവിടുന്ന് മാറ്റി തൊട്ടപ്പുറത്ത് ഓഡിറ്റോറിയം ഉണ്ട്. അപ്പോൾ അവിടേക്ക് വെക്കാനായിട്ട് പറഞ്ഞു പോലീസുകാർ. ഇന്നലെ രാത്രി തന്നെ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത് ഷാ 11 മണിക്കാണ് വരാമെന്ന് പറഞ്ഞത്. 11:30 എത്തിയപ്പോൾ അങ്ങനെ അമിത് ഷാ വരുന്നുണ്ട്. അപ്പോൾ അധികം പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും ഇങ്ങോട്ട് അലൗഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വലിയ കൺജസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റി. പിന്നെ നമ്മളെ തൊട്ടടുത്തുള്ളതൊക്കെ നമ്മുടെ അയൽവക്കക്കാർ തന്നെ ആയതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതാ വരുന്നുണ്ട്. ഭയങ്കര ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ അമിത് ഷാ നേരിട്ട് ഇങ്ങനെ കാണുന്നത്, ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. ടി വിയിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം സൊസൈറ്റിയിൽ നമ്മൾ താമസ സ്ഥലത്തേക്കൊക്കെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനും മാർച്ച് ഇവിടെ കട്ട വെയിറ്റിംഗ് തന്നെയായിരുന്നു. ഇതാ പുള്ളി നമ്മുടെ അടുത്ത് കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ബ്ലോക്കിൻ്റെ സി ബ്ലോക്കിൻ്റെ നേരെ മുകളിൽ പോകും. നമ്മൾ നേരെ ഇപ്പുറത്താണ് താമസിക്കുന്നത് കേട്ടോ, എ ബ്ലോക്കിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ പട്ടം വിതരണം ചെയ്യുന്നുണ്ട്, അതുപോലെ സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. കഴിഞ്ഞ കൊല്ലത്തെ ഇപ്പം ഇതിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം നമ്മുടെ നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ. അങ്ങനെ കൈറ്റ് ഫെസ്റ്റിവലിൽ അവരൊക്കെ പങ്കെടുത്തിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഞാൻ ആ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ഞാനിവിടെ മെൻഷൻ ചെയ്തിടാം, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ആവശ്യ പിള്ളേർക്ക് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, പട്ടവും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ദിവസത്തിൽ ഇത് എല്ലാവരും കൊടുക്കുന്നതാണ് ഗിഫ്റ്റ്. കുട്ടികൾക്ക് പട്ടവും അതുപോലെ തന്നെ അത് പറത്താനുള്ള നൂലും അതൊക്കെ കൊടുക്കും. ഇനി ഈ നൂലിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് പെട്ടെന്ന് പൊട്ടിപ്പോണ തരത്തിലുള്ള നൂലായിരിക്കും കേട്ടോ. ടാങ്കീസ് നൂലൊന്നും ഇവിടെ ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് ഇട്ടുണ്ടായിരുന്നു. എന്താ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട്, നമ്മൾ ബൈക്കിലൊക്കെ വരുമ്പോൾ മരണം വരെ സംഭവിക്കാവുന്ന കാര്യമാണ്. ഈ ടാങ്കീസ് നൂല് പട്ടം പറത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പോലീസ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ശിക്ഷ കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുവരെ ഇവിടെ നിരോധിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ആരും അത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ അമിഷാനും ഒന്നും കൂടി ഒന്ന് കണ്ടോട്ടെ. അതായത് നമ്മുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നമ്മളെ തൊട്ടിപ്പുറത്തെ ബ്ലോക്കിൽ നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ വീടിൻ്റെ മുകളിൽ തൊട്ടപ്പുറത്ത് അമിഷാ നിൽക്കുന്നത്. ഈ ഭാഗത്തുള്ള ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് എല്ലാ ന്യൂസ് പേപ്പേഴ്സിൻ്റെയും അല്ലെങ്കിൽ എല്ലാ വാർത്താ ചാനലിൻ്റെയും ആളുകളൊക്കെ ഇവിടെയാണ്. ഈ ഒരു നമ്മുടെ ബ്ലോക്കിലാണ് എല്ലാവരും നിൽക്കുന്നത് ഇത് ഷൂട്ട് ചെയ്യാനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അമിഷാദ് പട്ടം പറത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളിവിടെ നിന്ന് നമ്മുടെ പിള്ളേരുകൾ ഇപ്പുറത്ത് നമ്മുടെ ബ്ലോക്കിൽ നിന്നിട്ട് പട്ടം പറത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമിത് ഷാ ഒരു പട്ടം മുകളിലേക്ക് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ നമ്മളെ പയ്യന്മാർ ഒരു ടിസ്റ്റ് ചെയ്തത്. വേറെ ആരുമല്ല ഗൈസ്, ഇതാ 2 പട്ടം കണ്ടോ, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു നീല, ഇത് നമ്മളെ വട്ടാണ്. ഇത് വെച്ച് നമ്മുടെ പയ്യൻ, അതായത് നമ്മുടെ തൊട്ട അപ്പുറത്തെ നമ്മുടെ ഹൗസ് ഓണറുടെ മോൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അമിത് ഷാ പറത്തിരുന്ന ആ പട്ടം പൊട്ടിച്ച് കളഞ്ഞു. അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട്, ഇതാ നിൽക്കുന്നില്ല, അവന്മാരാണ് ആ വട്ടം പൊട്ടിച്ചത്. അപ്പോൾ ഗംഭീരൊരു സംഭവമായിരുന്നു കേട്ടോ. അത് ഭയങ്കരമായിട്ട് ആ പട്ടം അങ്ങോട്ട് പൊന്തി വന്നപ്പോൾ ഇതിങ്ങനെ ഒരു സംഭവമാണ്. അത് ഒരു ഇഷ്യൂ ഒന്നുമല്ല, ഇങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നും ഇല്ലാതെ
കോമൺലി ഇവിടെ നമ്മളൊക്കെ ചെയ്യുമ്പോഴും മറ്റുള്ളവർ നമ്മുടെ പട്ടൊക്കെ പൊട്ടിച്ച് കളയും. അത് പൊട്ടണം, അങ്ങനെയാണ്. പൊട്ടാതെ ടാങ്കീസ് നൂല് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ആ നീലപ്പട്ടം വെച്ചിട്ടാണ് അമിത്ഷാ പറത്തിയിരുന്ന പട്ടം ലവന്മാർ പൊട്ടിച്ച് കളഞ്ഞത്. അപ്പോൾ ന്യൂസ് പേപ്പറുകാരൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ പയ്യന്മാരെ, ഇവന്മാർ മുകളിൽ നിന്നിട്ട് ഒളിയും വിളിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അമിത്ഷാ അടുത്ത പട്ടം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അവന്മാർക്ക് ഇങ്ങനെ ടാറ്റൊക്കെ കാണിച്ചു അടിപൊളിയായിട്ടുണ്ടെന്നുള്ള രീതിയിൽ. പിന്നെ നല്ല രീതിയിൽ ഇവിടെ പാട്ട് വെച്ചോണ്ട് ഞാൻ ഇവിടുത്തെ വോയിസ് കറക്റ്റായിട്ട് കേൾക്കുന്നില്ല. ഓളിയിടൽ മാർപ്പൂലി പോലെയൊക്കെ സംഭവമായിരുന്നു. ഭാരത് മാതാ കി ജയ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് നല്ല വിശേഷ ദിവസമാണ്. അങ്ങനെ അമിത്ഷാ അവിടെ ചെറിയ രീതിയിൽ ചായ കുടിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത് ഇരുന്ന് പുള്ളി ചായയൊക്കെ കുടിച്ച് പട്ടം പറത്തലും എല്ലാവരും നല്ല രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട്. പ്രായമായവരൊക്കെ നല്ല രീതിയിൽ ബഹുമാനിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മളൊന്ന് എടുത്തു വന്നാലും ഒരു പ്രശ്നവുമില്ല. പോലീസുകാരുണ്ട്, പക്ഷേ അമിത്ഷാൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കാനൊക്കെ നല്ല രീതിയിലുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും നമുക്കിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് അമിത്ഷാ നമ്മുടെ വീട്ടിൽ വന്ന ആ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും സംഭവം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഇനി എന്നാണ് അവൻ മോദി പിടിക്ക് വരാ അറിയില്ല. അമിത്ഷാ ചായ കുടിക്കുന്നുണ്ട്, കോഫി ഉണ്ട്, പിന്നെ എന്തോ സ്വീറ്റ്സ് പോലത്തെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. വലിയ രീതിയിലുള്ള ഫുഡൊന്നുമില്ല, ചെറിയ എന്തോ സ്നാക്സ് ഒക്കെയാണ്. നമ്മൾ പിന്നെ ആ ബ്ലോക്കിലേക്ക് പോയില്ല, നമുക്ക് അങ്ങോട്ട് പോകാനൊക്കെ ഉള്ള പെർമിഷൻ ഉണ്ട്. നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ഇവിടുത്തെ താമസക്കാരായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് അവിടെ പോകും. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ നിന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സൊസൈറ്റിയിലത്തെ ആളുകൾ. ഇപ്പോൾ ഇവിടെ ഉണ്ട്, മറ്റവന്മാരൊക്കെ ഇവിടെ മുകളിലുണ്ട് കേട്ടോ. അവന്മാർ ഇപ്പോഴും പട്ടം പറത്തുന്നുണ്ട്. ഇനി അമിത്ഷാ പട്ടം പറത്തുന്നാണ് പറഞ്ഞത്. 2-3 തവണ പറത്തുന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കേട്ടോ. നല്ലൊരു സംഭവമാണ്, നല്ലൊരു എൻ്റർടൈനിങ് കൂടിയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ആകാശത്ത് മൊത്തം പട്ടങ്ങളായിരിക്കും. ഭയങ്കര അധികം പട്ടങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അത്രയും അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. അങ്ങനെ ഈ പട്ടം പറത്തിൽ കഴിഞ്ഞ് പുള്ളി ഇപ്പോൾ പോവും ഏകദേശം. ഞാൻ വല്ലാതെ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല, കുറച്ചൊക്കെ ഒന്ന് സ്പീഡാക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ. അപ്പോൾ ഇവിടെ പട്ടങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്നും നാളായിട്ട് നല്ല രീതിയിലുള്ള ഉത്സവമാണ് കേട്ടോ ഇവിടെ. ഈ ഒരു കൈറ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ തന്നെ പറയണം, അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. ഗുജറാത്തിലത്തെ മെയിനാണ് ഈ ഒരു സംഭവം. എല്ലാ ഷോപ്പുകളിലും നമുക്കിവിടെ പട്ടം കിട്ടും, എല്ലായിടത്തും പട്ടം, അതിന് നൂല് മാത്രമേ ഉള്ളൂ. പിന്നെ ബൈക്ക് കൊണ്ടൊക്കെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കഴുത്തിൽ ഈ നൂല് കുടുങ്ങിയാലും മുറിവേൽക്കാനുള്ള സാധ്യത. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ത്രെഡ് ഇവർ ഒരുതരം പശയും ചോറും ഇതൊക്കെ ചൂടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് രണ്ടാമത് ചുറ്റിയിട്ടാണ് നമുക്ക് തരാം ഈ ഒരു നൂല്. അപ്പോൾ അത് അത്യാവശ്യം പൊട്ടുന്നതാണെങ്കിൽ കൂടി പെട്ടെന്ന് മുറിയില്ല. വേറെ ആൾക്കാർ നമ്മളെ പട്ടത്തെ പൊട്ടിക്കാതിരിക്കാനുള്ളൊരു ടെക്നിക്കും കൂടിയാണ് ആ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ എന്നാലും അത് അത്ര ടൈറ്റും അല്ല. പക്ഷേ നമ്മൾ സ്പീഡിൽ ബൈക്കിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കഴുത്തിൽ കുടുങ്ങാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ അമിത്ഷാ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ നിന്ന് ഒരു വട്ടം കൂടിയും പറത്തിയിട്ട് പുള്ളി പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര തിരക്കുള്ള ആളുകളല്ലേ, അപ്പോൾ പിന്നെ അധികം നേരമൊന്നും നമ്മളെ കൂടെ ഒന്നും സ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരെയും വിഷ് ചെയ്യുന്നുണ്ട്. തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലും അപ്പുറത്തോടൊക്കെ പോലീസുകാരുണ്ട് കേട്ടോ. എല്ലാ ഫ്ലാറ്റുകളും തൊട്ടപ്പുറത്തൊക്കെ കാണുന്നതൊക്കെ പോലീസുണ്ട്. അങ്ങനെ അമിത്ഷാ പട്ടൊക്കെ പറത്തി ഇനി താഴേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ പോണതിലും മുന്നേ താഴേക്ക് ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ അമിത്ഷായുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ ഇവിടെ ലിഫ്റ്റ് വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ആയിട്ട് കാറ് കൊണ്ടിട്ടുണ്ട് കേട്ടോ. അത്ര വലിയ വണ്ടിയൊന്നുമല്ല, ഏതോ ഒരു ടൊയോട്ടയുടെ വണ്ടി. എനിക്ക് കറക്റ്റ് മുകളിൽ നിന്നായതുകൊണ്ട് എന്താണെന്ന് മനസ്സിലായില്ല, ഇന്നോവ എന്നാ തോന്നുന്നത്. അങ്ങനെ അമിത്ഷാ വരുന്നുണ്ട് താഴേക്ക്. അപ്പോൾ എല്ലാവർക്കും പട്ടം, കുട്ടികൾ കുറേ ഉണ്ടായിരുന്നു താഴേക്കായിട്ട്, അവർക്കൊക്കെ വിതരണം ചെയ്തു. അപ്പോൾ ഈ കാറിൻ്റെ അടുത്ത് ഉള്ളവരൊക്കെ മാറ്റി നേരെ വന്നിട്ട് അമിത്ഷാനെ കാറിൽ കയറ്റി അങ്ങോട്ട് നേരെ പോകാനുള്ള പരിപാടിയാണ്. പിന്നെ അധികം നേരം ഒന്നും ഇവിടെ നിൽക്കില്ല. അതാ വരുന്നുണ്ട് കേട്ടോ, അമിത്ഷാ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് പോവുകയാണ്. ഞാൻ വോളിയൊക്കെ കുറച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നല്ല നോയ്സ് ഉണ്ട്. അപ്പോൾ ആരാങ്ങോട്ട് ശ്രീരാമൻ്റെ, സീതയുടെ, ലക്ഷ്മണൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്തപ്പോൾ പുള്ളി അതിനകത്തൊന്നും കയറിയില്ല. പുള്ളി നടന്നാണ് പോയത് കേട്ടോ. നടന്നു പോയിട്ട് എല്ലാവരെയും കണ്ട് സംസാരിച്ച് ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ കൈറ്റ് ഫെസ്റ്റിവൽ അതിമനോഹരമാക്കിയ അമിത്ഷായ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. കൈറ്റ് ഫെസ്റ്റിവൽ കുറേ സമയം നമ്മളിവിടെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു VVIP നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവാൻ നിൽക്കുന്ന താഴേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് താഴേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ വേറൊരു ട്വിസ്റ്റ്. നമ്മുടെ പട്ടം പൊട്ടിച്ച പയ്യൻസിനെ ഇവിടെ എല്ലാവരും പിടിച്ചിട്ടുണ്ട്. ഇവന്മാരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാണ് കേട്ടോ. അവനെ രാജ്വീർ എന്നാണ് പേര്, നമ്മുടെ ഹൗസ് ഓണറുടെ മകനാണ്.
തൊട്ടപ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവരാണ് അമിഷ വാർത്തി ആ പട്ടം പൊട്ടിച്ചത്. അപ്പോൾ ഇവരാൾ ഫേമസ് ആയി, അവനെ സിനിമയിലെടുത്തു തന്നെ പറയാം. അപ്പോൾ ഇതാ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുകയാണ്. ഗുജറാത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വോയിസ് തന്നെ കയറ്റിയതാണ്. കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ വോയിസ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ये मुला हमने वो आनंद થઈ રહ્યો છે કે અમારા સાથે પતંગ ચગાવ્યો. હા, એ પેજ કાપે એમને આપણે અને અમિત કાકા આપણા બાજુ જોયું, હાથ ફેલાયો, સારું લાગ્યું. അങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ പറയാം, ഞങ്ങൾ പട്ടം പറത്തുമ്പോഴാണ് അമിഷാജിയുടെ പട്ടം കണ്ടത്. അപ്പോൾ ഞങ്ങളത് പെട്ടെന്നൊന്ന് ചിപ്പ് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെയാണ് അത് പൊട്ടിപ്പോയത്. അവരാദ്യമേ ഇവിടെ പ്ലാൻ ചെയ്ത് തന്നെ നിൽക്കുകയായിരുന്നു. ഇവിടെ എന്തായാലും പറക്കുമ്പോൾ ഇവിടെ പൊട്ടിക്കാനായിട്ട് ചാൻസ് കിട്ടും എന്നുള്ള ഉറപ്പ് തന്നെയായിരുന്നു. തൊട്ടടുത്ത് തന്നെയല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതിന് നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ട് തന്നെ കാലത്ത് ഒരുങ്ങി കേട്ട് തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, വൈബ് തന്നെയായി. അപ്പോൾ എല്ലാവർക്കും ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം കേട്ടോ.